നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനായി. കെ മുരളീധരനെ കോൺഗ്രസ് തഴയുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് സാർ അതിന്റെ സത്യാവസ്ഥ? തഴയുന്നുണ്ട്. കരുണാകരന്റെ മകനല്ലേ കെ മുരളീധരൻ. മുരളീധരനെ ഒതുക്കാനുള്ള, തഴയല്ല ഒതുക്കാനുള്ള ശ്രമമാണ് ചില ഉന്നതന്മാർ നടത്തുന്നത്. ഹൈക്കമാൻഡിലൊക്കെ ഇരിക്കുന്ന ചില ഉന്നതന്മാർ, പ്രത്യേകിച്ച് KC വേണുഗോപാല് മുരളീധരനെയൊക്കെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയാണ്. മുരളീധരൻ നല്ല ലീഡറാണെന്നേ. പിന്നെ ഇത്രയും ഇരുത്തുമെന്നൊരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ പോരാഞ്ഞിട്ട് കരുണാകരൻ സാറിന്റെ മകനും. മുരളീധരനെ പണ്ട് വൈദ്യുതി മന്ത്രിയായിരുന്നിട്ടുണ്ട്. അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അന്ന് മുരളീധരൻ വോട്ട് ചോദിക്കാൻ പോകുമ്പം, സാധാരണ ഏപ്രിൽ മെയ് മാസത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ്, വോട്ട് ചോദിക്കാൻ പോകുമ്പം ഈ കാറിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കാറിൻ്റെ ഗ്ലാസ് പോലും താഴ്ക്കത്തില്ല. അവിടെ ഇരുന്നുകൊണ്ട് തൊഴുതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, പുറത്തിറങ്ങത്തില്ല. അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് അങ്ങ് മാറി. ഇപ്പം മുരളീധരനെ പോലുള്ളൊരു നേതാവിനെ കോൺഗ്രസിനകത്ത് കിട്ടാൻ പ്രയാസമാണ്. മുരളീധരൻ മണ്ഡലത്തിൽ അങ്ങ് ഇറങ്ങും. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലം. വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു A ക്ലാസ് മണ്ഡലം. എങ്ങനെ, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു മണ്ഡലമാണ്. ഒരു VVIP മണ്ഡലം തന്നെയാണെന്ന് പറയാം. ഇവിടെ മുരളീധരൻ മത്സരിച്ചു, മുരളീധരൻ വിജയിച്ചു. അന്ന് CPM-ന്റെ TNCMയെ മൂന്നാമതാക്കി. കുമ്മനം രാജശേഖരനായിരുന്നു തൊട്ട് പിന്നാലെ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ വോട്ട് വട്ടിയൂർക്കാവിൽ നേടി. അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ BJPക്ക് വലിയ സാധ്യതയുണ്ട്. ഒന്നുകിൽ നടൻ കൃഷ്ണകുമാർ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പത്മജ വേണുഗോപാലായിരിക്കും, മുരളീധരന്റെ സഹോദരി. പിന്നെ അല്ലെങ്കിൽ ശ്രീലേഖ IPS ആയിരിക്കും. ഈ 3 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. അന്തിമ തീരുമാനം ആയിട്ടില്ല. CPM-ലെ VK പ്രശാന്താണ് പഴയ മേയർ, തിരുവനന്തപുരത്തിന്റെ മേയർ ബ്രോ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹം. വളരെ ജനകീയനാണ്. പക്ഷേ പ്രശാന്തിനെ ഒരുപക്ഷെ കഴക്കൂട്ടത്തേക്ക് മാറ്റുമെന്ന് അറിയുന്നുണ്ട്. മുരളീധരൻ അറിയാം വട്ടിയൂർക്കാവിൽ ഇനിയും സാധ്യതയില്ല എന്ന്. അതുകൊണ്ട് മുരളീധരനെ തോൽക്കാൻ സാധ്യതയുള്ളിടത്ത് കൊണ്ടുവേണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊണ്ട് നിർത്തിക്കളയും. കാരണം തോറ്റ് ഒരിടത്ത് ഇരുത്താൻ വേണ്ടിയിട്ട്. അത് മുരളീധരൻ അതിൻ്റെ മണം മുരളീധരന് കിട്ടി. അതുകൊണ്ട് മുരളീധരൻ എന്താണ് ഇപ്പോൾ ഒരു സേഫ് സോണിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വട്ടിയൂർക്കാവിൽ നല്ല ബന്ധം ജനങ്ങളുമായിട്ട് സ്ഥാപിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ഉടനെ ഉണ്ട് അദ്ദേഹത്തെ വടകരയിലോട്ട് വണ്ടി കയറ്റി. അവിടെ പോയി CPM-ലെ അധികായരായ P ജയരാജനെ ഇരുത്തി. അവിടെ ഇരുത്തി അങ്ങനെ വടകരയിലുമൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിനിടയ്ക്ക് നേമത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം വന്നതുകൊണ്ടാണ് BJP തോറ്റതെന്നും തോപ്പിച്ചതെന്നും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും വടകരയിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ അടുത്ത 24-ലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചുകൊണ്ട് തൃശ്ശൂർ പോകാൻ പറഞ്ഞു, സുരേഷ് ഗോപിയെ തോപ്പിക്കാനുള്ളത്. അവിടെ ചെന്നോ 8 നിലയിൽ പൊട്ടി 3-ാം സ്ഥാനത്തായി. കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരുകയാണ് ചെയ്തത്. അപ്പോൾ തെക്കോട്ട് ഓടാൻ പറയുമ്പോൾ തെക്കോട്ട് പോകും, വടക്കോട്ട് പോകാൻ പറയുമ്പോൾ വടക്കോട്ട് പോകും, മോളോട്ട് പോകാൻ പറയുമ്പോൾ മോളോട്ട് പോവുക. ഇങ്ങനെ മുരളീധരനെ ഇട്ട് ചവിട്ടി തേക്കുന്നു എന്ന് മുരളീധരൻ തന്നെ ബോധ്യമായി. അത് മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ഇടങ്ങളിലൊക്കെ ഓരോരുത്തർ കോൺഗ്രസ് MLA-മാരും ലീഗ് MLA-മാരും ഒക്കെ ഹാട്രിക് വിജയം നേടുമ്പോൾ മുരളീധരനെ തെക്ക് വടക്കടിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുരളീധരനെ ഈ അടുത്ത തവണ ഒന്നുകിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിക്കും. ഗുരുവായൂർ മണ്ഡലം ഇപ്പോൾ CPM-ന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ മണ്ഡലം ഒരു അക്ബറാണ്. അവിടെ ലീഗാണ്, UDF-ലെ ലീഗിന് കൊടുത്തിരിക്കുന്ന സീറ്റാണത്. ലീഗിൽ നിന്ന് KNA ഖാദറാണ് അവിടെ മത്സരിച്ചത്. 15,000 വോട്ടിനാണ് അക്ബർ പരാജയപ്പെടുത്തിയത്. ലീഗ് ഈ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവും. അങ്ങനെയാണ് മുരളീധരൻ അവിടെ മത്സരിക്കും. അവിടെ മുസ്ലിം സമുദായം കുറച്ചുള്ളതാണ് ഗുരുവായൂർ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഹിന്ദുക്കളായിരിക്കും. അല്ല, മുസ്ലിം സമുദായ വോട്ട് ധാരാളം ഉണ്ട്, മറ്റുള്ളവരും ഉണ്ട്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും നോക്കിയാൽ കൂടുതലും കച്ചവടം ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. അപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ട് മുഴുവൻ മുരളീധരൻ അറിയാം. അവർ പാര വയ്ക്കത്തില്ല, അതിൽ കിട്ടുമെന്നറിയാം. പിന്നെ അതുപോലെ കൊയിലാണ്ടി മണ്ഡലം, കോഴിക്കോട് ജില്ലയിലാണ് കൊയിലാണ്ടി, വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന നിയമസഭ മണ്ഡലവുമാണ്. അവിടെയും മുരളീധരന് നോട്ടമുണ്ട്.
അപ്പോൾ അവിടെ ആകുമ്പോഴും ഇതുപോലെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുണ്ട്, അത് സുരക്ഷിതമായി തനിക്ക് കിട്ടുമെന്നറിയാം. കോൺഗ്രസിന് അകത്താണ് ഈ പാരവയ്പ് കൂടുതലുള്ളത്. അതെ അതെ, അതപ്പം ഞാൻ ചോദിക്കാൻ പോയത്, ഇത് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ കോൺഗ്രസ് സീറ്റ് കൊടുക്കുമോന്നാണ്, മത്സരിക്കാനുള്ള അവസരം കൊടുക്കുമോ? കാരണം മുരളീധരനെ പോലുള്ള ഒരാൾക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുമേ. അല്ല, മുരളീധരൻ ജയിച്ചു, ആ, UDF ജയിച്ചു, മുരളീധരൻ മന്ത്രിയുമാകും, കൊടുത്തേ പറ്റുള്ളൂ. ഈ പിന്നെ മുരളീധരൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്, മുരളീധരൻ KPCC അധ്യക്ഷനാകാൻ യോഗ്യനാണ്, ഒന്നിനും ഒരു കുറവുള്ള ആളൊന്നുമല്ല. പക്ഷെ മുരളീധരന് കൊടുത്തില്ലെങ്കിലും മുരളീധരൻ പണി കൊടുക്കുകയും ചെയ്യും, ഇവർക്ക് സ്വസ്ഥതയോടുകൂടി ഭരിക്കാനും സാധിക്കാതാകും. ഇനിയും ഇപ്പൊ തരൂര് BJP-യിൽ ചേരുന്നു, കോൺഗ്രസ് വിടുന്നു, കോൺഗ്രസ് പുറത്താക്കും എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളാണ്. ഈ തരൂരിനെതിരെ സംസാരിച്ചത് രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടയ്ക്ക് സംസാരിക്കും കാസർഗോഡ്, പിന്നെ കൂടുതലായിട്ട് സംസാരിച്ചത് മുരളീധരനാണ്. മുരളീധരൻ പറഞ്ഞു തരൂര് തിരുവനന്തപുരത്ത് കയറി പോയേക്കരുത്, തിരുവനന്തപുരത്തെ പരിപാടികളിലൊന്നും പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. മുരളീധരൻ നോക്കിയിരിക്കുന്നത് എന്താണെന്നറിയാം, തരൂര് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് പുറത്താക്കണം, അല്ലെങ്കിൽ BJP-യിൽ ചേരണം. ഇത് സംഭവിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് തരൂരിന്റെ സ്ഥാനത്ത് മത്സരിക്കാൻ പറ്റിയ ഒരാളെന്ന് പറയാൻ ഇന്നുണ്ടെങ്കിൽ അത് മുരളീധരനേ ഉള്ളൂ. മുരളീധരൻ ഈ കുറച്ച് നാളുകളായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്, അദ്ദേഹം സജീവമാണ്. അദ്ദേഹം തിരുവനന്തപുരം പിടിക്കാനുള്ള, തിരുവനന്തപുരത്ത് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അത് നോട്ടമിട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു MP സ്ഥാനത്തേക്ക് പോകണം. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന MP സ്ഥാനമാണ് ഇവർ കളഞ്ഞു കുളിച്ചത്. വടകരയിൽ നിന്നും പിന്നെ വട്ടിയൂർക്കാവിൽ നിന്ന് MLA ആയിരുന്നു, അവിടെ കൊണ്ട് വടകരയ്ക്ക് കൊണ്ടുപോയി. എന്നാൽ വടകരയിൽ തന്നെ തുടർന്നോ? അതുമില്ല. പിന്നെയും രണ്ടിടത്ത് BJP മത്സരിക്കുന്നിടത്ത് കൊണ്ടുപോയി തോപ്പിച്ചു കൊടുത്തു. ഇത് കോൺഗ്രസ്സുകാർക്കുള്ള ഒരു കുഴപ്പമാണ്. അതുകൊണ്ട് എന്ത് പറ്റി, വട്ടിയൂർക്കാവിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ ആ സീറ്റ് ആര് കൊണ്ടുപോയി? CPM-കാർ കൊണ്ടുപോയി, പ്രശാന്ത് കൊണ്ടുപോയില്ലേ? ഇതുപോലെയാണ് കോന്നിയിലെ അടൂർ പ്രകാശിന്റെ മണ്ഡലമായിരുന്നു. അടൂർ പ്രകാശിനെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ കൊണ്ടുവന്നു. കോന്നിയിൽ അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു, CPM-ലെ ജനീഷ് കുമാർ ജയിച്ചു പോയി, കയ്യിലിരുന്ന സീറ്റ് പോയില്ലേ? ഇതാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്ന. കോൺഗ്രസ്സുകാർ തമ്മിൽ പാര വെച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള സീറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭരണം തന്നെ ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് മുരളീധരൻ വളരെ സേഫ് ആയിട്ടുള്ള ഇടം തേടി പോകുന്നത്. തനിക്ക് പാർലമെന്റ് സീറ്റ് കിട്ടിയാലും മതി, പാർലമെന്റ്, കാരണം ഇപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ്. മുരളീധരനെ പോലുള്ള ഒരാളെ അങ്ങനെ പിന്നെ ഒതുക്കി നിർത്താമെന്നൊന്നും ആരും വിചാരിക്കണ്ട. മുരളീധരനെ രാഷ്ട്രീയം പഠിപ്പിക്കുകയും വേണ്ട. കാരണം ലീഡറായിരുന്ന, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ എടുത്തിട്ടുള്ള കരുണാകരന്റെ ഒരച്ഛൻ്റെ മകനാണ് ഈ മുരളീധരൻ. മകന്റെ അച്ഛനെന്ന് പറയാം വേണമെങ്കിൽ. അങ്ങനെയുള്ള മുരളീധരൻ്റെ അടുക്കൽ കളി നടക്കത്തില്ല.